ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 6 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു 10 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 4 പച്ചമുളക്. അധികം എരിവുള്ള പച്ചമുളകല്ല ഇത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പപ്സിൻ്റെ പേസ്ട്രിയാണ്. ഈ ഒരു പപ്സിൻ്റെ പേസ്ട്രി കൊണ്ട് നമുക്കൊരു 6 പപ്സ് വരെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് സവോളയുടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി അതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ഓർത്തോണം, അല്ലെങ്കിൽ ഈ മസാലയെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മസാലയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി അതിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പപ്സിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ടയെല്ലാം ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രഷർ കുക്കർ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഓൺ ആക്കിയിട്ട് ബേക്കിൽ 180-ലാണ് ഇടുന്നത്. പിന്നെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. മിനിറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാനിടാം. ഇനി നമുക്ക് പേസ്ട്രിയുടെ ഷീറ്റ് മുറിച്ചെടുക്കാം. പേസ്ട്രി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട വെച്ചിട്ട് ഒരു ശകലം മസാല ഇങ്ങനെ മുട്ടയുടെ പുറത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് തേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുട്ട മാത്രം വെളുത്തിരിക്കും.
ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം മസാല വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പേസ്ട്രിയിലെ മസാലയും മുട്ടയെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മുട്ട പുറമേ തേച്ച് കൊടുക്കുന്നത്. എല്ലാത്തിലും നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ മുട്ട തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പം 4 എണ്ണ ഒരു ടൈമിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ിൽ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ഒരു 12 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.